ജീവിതത്തിലെ സകല പ്രയാസങ്ങളും നീങ്ങി ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു 5 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ചൊല്ലാനുള്ള ദിക്റുണ്ട്, ഇസ്മുണ്ട്, ദുആയുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു കാര്യവും ഒരു അമലും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലി ചെയ്തു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ ഷർറുകളൊക്കെ തട്ടി മാറ്റാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഉദ്ദേശിച്ച റിസ്കുകളെ കൂടുതലായി നൽകാനും ഖൈറുകളെ കൂടുതലായി നൽകാനും കാരണമായി തീരുന്ന പവറുള്ള, മഹത്വമുള്ള, വലിയ അമൂല്യമായ ചില അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവനായി കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ ആ ചെയ്യുന്ന സൽക്കർമ്മം അവർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം കൂടി അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പവിത്രമായ ദിനങ്ങളും രാത്രികളുമാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ എത്രയാണ് എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, അത് എണ്ണാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്നെക്കൊണ്ട് അതിന് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എത്ര നോക്കിയാലും എണ്ണി തീർക്കാൻ കഴിയില്ല. അത്രത്തോളം നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ചില ആളുകൾക്ക് ജീവിതത്തിൽ വലിയ ഷർറുകളും നേരിടേണ്ടി വരുന്നുണ്ട്, ഇല്ലേ? പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പോരായ്മകൾ ഒക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും. ജീവിതം എന്നുള്ളത് സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു സംഗതിയാണ്. എപ്പോഴും സുഖം മാത്രമേ ഉള്ളൂ, അതിന് പറയുന്ന പേര് സ്വർഗം എന്നാണ്. എപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂ, അതിന് പറയുന്ന പേര് നരകം എന്നുമാണ്. എന്നാൽ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞത് സുഖവും ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഇല്ലേ? ഇപ്പം നരകത്തിൽ ഇപ്പോൾ സുഖം ഉണ്ടാവില്ലല്ലോ, അവിടെ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വർഗത്തിൽ ദുഃഖം ഉണ്ടാവില്ല, സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ദുനിയാവ് ഈ രണ്ടും കൂടെ കലർന്നതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാവും, സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇവിടെ മിക്സ്ഡാണ്. എന്നാൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ എപ്പോഴും പരിഭവവും പരാതിയും പ്രശ്നങ്ങളൊക്കെ പറയുന്ന ആളുകൾ, അവർക്ക് പരിഹരിക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. സുഖങ്ങൾ മാത്രമുള്ള ആളുകൾക്ക് അവർക്ക് ചെയ്യേണ്ട ചില സംഗതികളും ഉണ്ട്, അതുകൂടെ ഞാൻ സൂചിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യം അള്ളാഹു നമുക്ക് നൽകിയ ഷർറുകളൊക്കെ നീങ്ങിക്കിട്ടണം, അതുപോലെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടണം, സന്തോഷം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ ചില സംഗതികൾ പറഞ്ഞുതരാം. ഒന്ന്, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇതാരെങ്കിലും ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നിരന്തരം ചൊല്ലുക. ദിവസവും എത്ര കണക്കെന്നില്ലാതെ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. എത്ര എണ്ണവും ചൊല്ലാം, കുറഞ്ഞതൊരു 100 എണ്ണമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ചൊല്ലിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അയാളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ റിസ്ഖ് അയാൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുപോലെ അയാളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ അള്ളാഹു നീക്കിക്കൊടുക്കും. അനുഗ്രഹങ്ങളുടെ, ഖൈറാത്തുകളുടെ വാതിലുകൾ അള്ളാഹു അയാൾക്ക് തുറന്നു കൊടുക്കും. ആരെങ്കിലും ഒരാൾ കുറഞ്ഞതൊരു 100 തവണയെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ റിസ്ഖിൽ അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കും, അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കും, ഷർറുകളുടെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടും, അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. 2 രൂപത്തിൽ ചൊല്ലാം. ഒന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് എന്ന് ഷോർട്ടാക്കിയിട്ടോ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് കുറച്ചുകൂടെ സയ്യിദിനെ ചേർത്തിട്ടോ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ഈ ഒരു സ്വലാത്ത് 100 തവണ വീതം ജീവിതത്തിൽ പതിവാക്കാം. ദിവസം എന്ത് ചെയ്യുക? കുറഞ്ഞത് ഒരു 100 തവണയെങ്കിലും പതിവാക്കാം. അതിന് കിട്ടുന്ന നേട്ടം എന്താ? ആളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കും. ദുആക്ക് ഇജാബത്ത് ലഭിക്കും. ദുആക്ക് ഇജാബത്ത് ലഭിക്കും. നമ്മൾ ചോദിക്കുന്നുണ്ട് റബ്ബിനോട് കുറേ കാര്യങ്ങൾ. അള്ളാഹുവേ, എൻ്റെ ഇന്ന കാര്യം നടത്തി തരണേ അല്ലാ, ഇന്ന കാര്യം എനിക്ക് നൽകണേ അല്ലാ, ഇന്ന ചെറു നീക്കി തരണേ അല്ലാ. പക്ഷേ ഇതൊന്നും നടക്കണില്ല എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിൽ ഇങ്ങനെ പരാതി പറയുന്നുണ്ടാവും. എന്നാൽ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു സ്വലാത്തൊന്ന് പതിവാക്കി നോക്കി ഇൻഷാ അല്ലാഹ്. ഒരു സ്വഹാബി ഒന്ന് നബി തങ്ങളോട് ചോദിച്ചു, എൻ്റെ ദുആൻ്റെ നബിയെ 4 ഭാഗം ഞാൻ എന്ത് ചെയ്യട്ടെ, സ്വലാത്താക്കട്ടെ എന്ന് വെച്ചാൽ നബി തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, കൂടുതലാക്കിയാൽ അത് നിനക്ക് ഗുണമാണ് എന്ന്. നല്ലൊന്നാക്കിക്കോ, ഓക്കെ, അതിനേക്കാൾ കൂടുതലാക്കിയാൽ ഗുണമാണ്. നബിയെ 3-ൽ 2 ഭാഗമാക്കട്ടെ, അല്ലെ 3-ൽ 1 ആക്കട്ടെ. ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചു വന്ന അവസാനത്ത് നബി എൻ്റെ ദുആൻ്റെ മുഴുവനും എന്ത് ചെയ്യട്ടെ, സ്വലാത്താക്കട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം പറയുന്നത്, ഓക്കെ, ഇപ്പോഴാണ് പെർഫെക്റ്റ് ആയത് എന്ന്. എന്നാൽ നീ ചോദിക്കുന്നതിനൊക്കെ അള്ളാഹു ഉത്തരം നൽകും. നമ്മൾ ചോദിക്കുന്ന ദുആ അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ കാര്യങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. ഒരാളിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, കേട്ടോളി, ഒരാൾ ഇങ്ങനെ സ്വലാത്തിലാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഈ കൂട്ടത്തിൽ വേറെ ഒന്നും പറയുന്നില്ല. അയാളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത എന്താ? എൻ്റെ മകളുടെ കല്യാണം വരാനുണ്ടല്ലോ, എൻ്റെ വീട് പണി പൂർത്തിയാകാനുണ്ടല്ലോ, എൻ്റെ കടങ്ങൾ തീരാനുണ്ടല്ലോ. ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ടാണ് ഈ ചൊല്ലുന്നത്. അയാൾ എന്താണോ മനസ്സിൽ കരുതിയിട്ട് ഈ ചൊല്ലിയത്, ആ കാര്യം അള്ളാഹു നടത്തി കൊടുക്കും. നിങ്ങൾ അത്ഭുതം കാണാൻ പറ്റും. ഒന്ന് ചൊല്ലി നോക്കി ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്യുക? കടബാധ്യത തീർന്ന് കിട്ടണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാം.
അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് ഇങ്ങനെ അധികമായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങൾ തീർത്തു തരും, ഉറപ്പാണ്. ഇതെൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല, നബി തങ്ങളുടെ ഹദീസുകളിൽ തന്നെ കാണാം. ഇനി മൂന്നാമതായി കാണാൻ ഒരു അമൽ കാണുന്നത് എന്ത് ചെയ്യാം, ഞാൻ ഈ പറയുന്ന ദിക്ർ ചൊല്ലാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെ 7 തവണ ചൊല്ലുക, വൈകുന്നേരം 7 തവണ ചൊല്ലുക. അല്ലെങ്കിൽ ഒരാൾ ഇത് പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അയാളുടെ ജീവിതത്തിൽ കണക്കാക്കിയ സകല ഷർറുകൾ നീക്കി കൊടുക്കുകയും വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുക്കുകയും ചെയ്യും. ആ അനുഗ്രഹങ്ങൾ ലാ യഹ്തസിബ്, കണക്കാക്കാൻ പറ്റാത്ത രൂപത്തിൽ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല, കണക്കില്ലാതെ കൊടുക്കുന്നതാണ് മഹാന്മാർ പഠിപ്പിച്ചു തരിക. മൂന്നാമത്തെ അമൽ അതാണ്. നാലാമത് ഒരു 4 ഇസ്മുകൾ കൂടെ ഞാൻ പറഞ്ഞുതരാം, പഠിച്ചു വെക്കോ, നോട്ട് ചെയ്ത് വെക്കോ ഇൻഷാ അല്ലാഹ്. 4 ഇസ്മുകൾ. ഒന്ന് യാ ഫത്താഹു, യാ ഫത്താഹു എന്ന ഇസ്മ്. രണ്ടാമത് യാ റസാഖു എന്ന ഇസ്മ്. 3 യാ ലത്തീഫു എന്ന ഇസ്മ്. 4 യാ വഹാബു എന്ന ഇസ്മ്. ഈ 4 ഇസ്മുകൾ ഓരോന്നും 100 തവണ വീതം ചൊല്ലാം. ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം ഇങ്ങനെ ചെല്ലണമെന്നാണോ? നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ അമൽ ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. ഏതാണോ പറ്റുന്ന അമൽ ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ഈ പറഞ്ഞ യാ ഫത്താഹു, യാ റസാഖു, യാ ലത്തീഫു, യാ വഹാബു, ഈ 4 ഇസ്മുകളും ഓരോന്നും 100 തവണ ചൊല്ലുക. ഏതടഞ്ഞു കിടക്കുന്ന ഖൈറിൻ്റെ വാതിലുകളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരുമെന്ന. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ. ഖൈറിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരും. 5-മത്തെ ഒരു സംഗതി കൊണ്ട് എന്ത് ചെയ്യുക, സ്വതക്ക കൊടുക്കുക. സ്വതക്ക കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ലഭിക്കാൻ കാരണമാവുന്ന ഏറ്റവും വലിയ അമൽ ഏതാണെന്ന് വെച്ചാൽ നബി തങ്ങൾ സ്വതക്ക കൊടുക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. സ്വതക്ക കൊടുക്കുക. അതിന് വലിയ സംഖ്യ തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഒരു സാധുവായ മനുഷ്യൻ വന്നു, നമ്മൾ നല്ല നിയ്യത്ത് വെച്ചിട്ട് ഒരു 10 രൂപ എടുത്ത് അയാളുടെ കൈ കൊടുത്തു, മതി. അള്ളാഹിൻ്റെ അടുക്കൽ ആ 10 വലിയ കോടികളുടെ വിലയുണ്ട്. നമ്മൾ നാളെ മഹ്ശറിൽ ചെല്ലുമ്പോഴേ അത് അറിയുള്ളൂ. അപ്പോൾ 10 ഉള്ളൂ, അതിനെന്ത് കിട്ടാനാണെന്ന് ചിന്തിക്കൊന്നും വേണ്ട. ഇവിടെ കൊച്ചു കൊടുക്കുന്നതല്ല മൂല്യം നിർണ്ണയിക്കാം. ഇവിടെ കൊടുത്ത 10-20 കണക്കല്ല. അള്ളാഹിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇത് കോടിക്കണക്കിന് കൊടുത്തതിൻ്റെ പ്രതിഫലമായിരിക്കും ചിലപ്പോൾ കിട്ടുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, നീയത്ത് നന്നാക്കിയിട്ട് സ്വതക്ക കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്ത് തരും. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. കച്ചവടങ്ങളിൽ, ജോലികളിൽ, സമ്പാദ്യത്തിൽ, മക്കളിൽ, കുടുംബത്തിലൊക്കെ വലിയ ഐശ്വര്യം ഉണ്ടാകാൻ കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം ജീവിതത്തിലെ വലിയ ഷർറുകൾ നീങ്ങാനും വലിയ ഐശ്വര്യങ്ങൾ ലഭിക്കാനും ഈ പറഞ്ഞ 5 വഴികൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂലേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഒരുപാട് നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാട്ടോ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.